ത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ ഒരു പടപ്പിന് പങ്കുണ്ടോ? ഏതെങ്കിലും പ്രവാചകന്മാർക്ക് പങ്കുണ്ടോ? ഏതെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യന്മാർക്ക്, ഔലിയാക്കന്മാർക്ക്, അതല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്, ഇനി അതേതല്ലെങ്കിൽ മറ്റു മതസ്ഥർ ആരാധിക്കുന്ന ആർക്കെങ്കിലും പങ്കുണ്ടോ? അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ. വാനലോകത്തിൽ നിന്ന് ആരാണ് നിങ്ങൾക്ക് വെള്ളമിറക്കി തന്നിട്ടുള്ളത്? ഞങ്ങൾക്ക് വെള്ളം തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അതല്ലെങ്കിൽ ശ്രീകൃഷ്ണനാണെന്ന് പറയാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് പറയാൻ കഴിയുമോ? ആർക്കും പറയാൻ കഴിയില്ല. കാരണം അവരൊക്കെ ജനിച്ചവരാണ്. ആ ജനിക്കുന്നതിന് മുമ്പും ആകാശമുണ്ട്, ഭൂമിയുണ്ട്, മഴയുണ്ട്. فأنبتنا به حدائق ذات بهجة ما كان لكم أن تنبتوا شجرها. ആ ഭൂമിയിൽ അള്ളാഹു ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ച് അതിലൂടെ നിങ്ങൾക്കവിടെ സസ്യലതാദികളെ മുളപ്പിച്ചു. നമുക്ക് പറയാൻ കഴിയുമോ ഇന്ന മരം, ഈ വെള്ളൂരങ്ങാടിയിലുള്ള ഇന്ന മരം അത് റസൂലുള്ളാഹി ഉണ്ടാക്കിയതാണ്, ഉദീ ശേഖ് ഉണ്ടാക്കിയതാണ്, ബദരീകൾ ഉണ്ടാക്കിയതാണ്, അതല്ലെങ്കിൽ ഇന്ന ആളുണ്ടാക്കിയതാണ്, ഇന്ന വിഗ്രഹം ഉണ്ടാക്കിയതാണ്? പറയാൻ കഴിയോ? ആർക്കും പറയാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ അല്ലാഹു ചോദിക്കുന്നു, അയിലാഹും മഅല്ലാഹ്. ഇതൊക്കെ അള്ളാഹു ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ചോദ്യം എന്താണ്? അയിലാഹും മഅല്ലാഹ്. അള്ളാഹുവിന്റെ കൂടെ വേറെ വല്ല ഇലാഹുകളും ഉണ്ടോ? ഉണ്ടെന്ന് പറയാൻ ആർക്കാണ് കഴിയുക? ഇവിടെ മരം മുളപ്പിച്ചവൻ, അതല്ലെങ്കിൽ ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ, എല്ലാം പടച്ചവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ചോദിക്കുന്നു, ഇലാഹും മഅല്ലാഹ് ബൽ ഹും ഖൗമുൻ യഅദിലൂൻ. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ആളുകൾ എന്താണ്? തെറ്റിപ്പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് പടച്ചറബിനോടാണെന്ന് പറയുന്നതിന്റെ കാരണമെന്ന് വിശദീകരിക്കുന്നു. ആകാശത്തെ പടച്ചത് പടച്ചവനാണ്, ഭൂമിയെ പടച്ചത് റബ്ബാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആരാധനകളും നിങ്ങളുടെ ഇലാഹിന് കൊടുക്കേണ്ട കാര്യങ്ങൾ മുഴുവനും പടച്ചോനിലേക്ക് മാത്രം തിരിക്കണം. ഇതിലെവിടെയാണ് തർക്കിക്കാനുള്ളത്? ഇതിൽ മുസ്ലിമിനും മുസ്ലിം അല്ലാത്ത മനുഷ്യരും എന്ത് തർക്കത്തിനാണ് വകയുള്ളത്? വീണ്ടും അല്ലാഹു ചോദിക്കുന്നു, അമ്മൻ ജഅലൽ അർള ഖറാറൻ. ആരാണ് ഭൂമിയെ നിങ്ങൾക്ക് സ്ഥിരവാസത്തിന് താമസ സൗകര്യം ഏർപ്പെടുത്തി തന്നത്? ഭൂമിയുടെ സുന്ദരമായ റോഡുകൾ, അതുപോലെ തന്നെ സുന്ദരമായ സ്ഥലങ്ങൾ, വീട് വെക്കുന്നു, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിനെല്ലാം പാകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണല്ലോ നിങ്ങൾക്ക് ഭൂമിയെ സംവിധാനിച്ചത്. വജഅല ഖിലാലഹ നാറൻ വജഅല ലഹാ റവാസിയ വജഅല ബൈനൽ ബഹറൈനി ഹാജിസൻ. നിങ്ങൾക്ക് രണ്ട് സമുദ്രങ്ങൾ ഉണ്ടാക്കി, ആ സമുദ്രങ്ങൾക്കിടയിൽ ഒരു വിടവുണ്ടാക്കി, ആ സമുദ്രങ്ങൾ പരസ്പരം കൂടിക്കലരാതെ. ഇതെല്ലാം സംവിധാനിച്ചത് ആരാണ്? റസൂലുള്ളാഹിയാണോ? ബദരീങ്ങളാണോ? ഔലിയാക്കളാണോ? ശ്രീകൃഷ്ണനാണോ? ശ്രീരാമനാണോ? ആരുമല്ല. അള്ളാഹുവിന്റെ ചോദ്യം എന്താണ്? അഇലാഹും മഅല്ലാഹ്. ഇതെല്ലാം സൃഷ്ടിച്ച പടച്ച റബ്ബിന്റെ കൂടെ വേറെ വല്ല ഇലാഹുകളും ഉണ്ടോ? ഉണ്ടോ? ആർക്കാരുണ്ടെന്ന് പറയാൻ കഴിയാ? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം സൃഷ്ടിച്ച ഈ കാര്യങ്ങൾ, അത് അള്ളാഹുവിന്റെ കൂടെ വേറെയും ഇലാഹുകളുണ്ട്, വേറെ മനുഷ്യന്മാരുണ്ട്, വേറെ ആൾക്കാരുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അള്ളാഹുവിന്റെ ചോദ്യം. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങൾ എല്ലാ ഇബാദത്തുകളും പടച്ചോൻ, പ്രാർത്ഥനയും ആരാധനകളും നേർച്ചകളും വഴിപാടുകളും. ഇതിലെവിടെയാണ് സഹോദരന്മാരെ, മനുഷ്യന്മാരെ, പൊന്നു മുഅ്മിനീങ്ങൾ നമുക്ക് തർക്കിക്കാൻ വകയുള്ളത്? പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ആളുകൾ തർക്കമാണ്. എന്താ തർക്കം? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമെന്ന് മുജാഹിദുകൾ പറയുമ്പോൾ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കാം, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാമെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന വിശ്വാസികളിൽ തർക്കമുണ്ടായത് എങ്ങനെയാണ് സഹോദരന്മാരെ? തർക്കിക്കാൻ വകണ്ടോ? അള്ളാഹിന്റെ അടുത്ത ചോദ്യം കേട്ടോ, അമ്മൻ യുജീബുൽ മുദ്ററ ഇദാ ദഅാഹു. ഒരു മനുഷ്യൻ ആ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുന്നവൻ അല്ലാതെ മറ്റാരുണ്ട്? പറയാൻ കഴിയും? ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഉത്തരം നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരുണ്ട്? വയക്ഷിഫു സൂഅ. അവന് ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ നീക്കം ചെയ്യാൻ ഒരു പ്രയാസപ്പെടുന്ന മനുഷ്യന് പ്രാർത്ഥിച്ചാൽ ആ പ്രയാസങ്ങൾക്ക് അറുതി വരുത്താൻ അല്ലാഹ് അല്ലാതെ മറ്റാരുണ്ട്?
നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു ജീവിതത്തിൽ പ്രയാസമില്ലാത്ത പടപ്പുകൾ ആരാണുള്ളത്? ബദരീങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടില്ലേ? റസൂലുള്ളാഹിക്ക് പ്രയാസം ഉണ്ടായിട്ടില്ലേ? അമ്പിയാക്കന്മാർക്ക് പ്രയാസം ഉണ്ടായിട്ടില്ലേ? ലോകത്തുള്ള എല്ലാ പടപ്പുകൾക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അല്ലാഹ് ചോദിക്കുന്നു, ആ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ ചോദിച്ചാൽ ആ പ്രയാസങ്ങൾ നീക്കം ചെയ്യാൻ പടച്ച റബ്ബനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? എന്നിട്ടാണ് അത് ചോദിക്കുന്നത്, അള്ളാന്റെ കൂടെ വേറെ വലിയ ഇലാഹുകളുണ്ടോ? അപ്പൊ സഹോദരന്മാരെ, ഉണ്ട് എന്ന് സ്ഥാപിക്കാനും ഉണ്ട് എന്ന് പറയാനും ലോകത്ത് ആർക്കും സാധ്യമല്ല. ഇങ്ങനെ ഒരുപാട് തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരത്തിയതിന് ശേഷമാണ് അള്ളാഹ് ചോദിക്കുന്നത് ഇലാഹുമ്മ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ വിശദീകരണം അള്ളാഹ് ചോദിക്കണം, അള്ളാഹിന്റെ കൂടെ ഇതിനൊക്കെ വേറെ വല്ല ഇലാഹുകളും ഉണ്ടോന്ന്. ഉണ്ടെന്ന് കാര്യകാരണ സഹിതം തെളിയിക്കാൻ നിങ്ങൾക്ക് ആർക്കും സാധ്യമല്ല. എങ്കിൽ നിങ്ങൾ അള്ളാഹിനെ ആരാധിച്ചോളി, അള്ളാഹിനെ മാത്രം പ്രാർത്ഥിച്ചോളി. ഇതാണ് മുജാഹിദുകൾക്ക് പറയാനുള്ളത്. ഇതിലെവിടെയാണ് തർക്കത്തിന്റെയും വാദപ്രതിവാദത്തിന്റെയും വാശിയുടെയും വക്കാളത്തിന്റെയും കുശുമ്പിന്റെയും എന്ത് ആവശ്യമുണ്ട് സഹോദരന്മാരെ? എത്ര ലളിതമാണ് ഇസ്ലാം. ഞാൻ ആരാധിക്കേണ്ടത് ആരെയാണ്? ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? എന്നെ പടച്ച റബ്ബിനോട്. എനിക്ക് റിസ്ക് നൽകിയ പടച്ചവനോട് അള്ളാഹ് ചോദിക്കാൻ, ആരാണ് നിങ്ങൾക്ക് വാനലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകിയത്? ആരാകുന്നു? ആരാ സഹോദരന്മാർ നമ്മുടെ റാസിഖ്? ആരാണ് നമ്മുടെ ഭക്ഷണം നൽകുന്നവൻ? ആരാണ് നമുക്ക് രാവിലെയും വൈകുന്നേരം ഉച്ചക്കും പ്രഭാതത്തിലും പ്രദോഷത്തിലും അന്നം നൽകുന്നവൻ? ആരാണോ ആ അന്നദാതാവിനോട് പ്രാർത്ഥിക്കണം. ഇതാണല്ലോ പഠിപ്പിച്ചത്. എനിക്ക് ഉച്ചക്ക് ചായ തന്നത് മൊയ്തീൻ ശൈഖാണ്, അല്ലെങ്കിൽ ഉച്ചക്ക് ചോറ് തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, വൈകുന്നേരം എനിക്ക് ചായ ഈസാ നബിയാണ്, മൂസാ നബി എന്ന് പറയാൻ കഴിയോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ശ്രീരാമനാണ്, ശ്രീകൃഷ്ണനാണ്, യേശുവാണ്, ആർക്കും പറയാൻ കഴിയില്ല. അള്ളാന്റെ ചോദ്യം എന്താണ്? ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകിയവൻ, നിങ്ങൾക്ക് അന്നം നൽകിയവൻ ആരാണ്? എന്താ ഒരു മുസ്ലിമിന്റെ മറുപടി? എനിക്ക് പടച്ചോനെ നൽകിയത്. എങ്കിൽ അള്ളാഹ് ചോദിക്കുന്നു, ഇലാഹുമ്മ അല്ലാഹ്, അള്ളാഹുവിന്റെ കൂടെ വേറെ വല്ല ഇലാഹുകളും ഉണ്ടോ? ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൂടെ വേറെയും ഇലാഹുകൾ നിങ്ങൾക്കുണ്ട്, വേറെയും ആളുകളുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, അമ്പിയാക്കന്മാരുണ്ട്, മറ്റാരെങ്കിലും മനുഷ്യന്മാരും ജിന്നുകളോ മലക്കുകളോ കല്ലുകളോ വിഗ്രഹങ്ങളോ അതുപോലെ തന്നെ ശില്പങ്ങളോ പുഷ്പങ്ങളോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ തെളിവ് കൊണ്ടുവരൂ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. ആർക്കും അതിൽ കൊണ്ടുവരാൻ കഴിയാ? ആർക്കും കഴിയില്ല. ആ സഹോദരന്മാർ, ഇസ്ലാമിന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്നതാണ്. അതിലൊരു തർക്കത്തിന്റെയോ വാദപ്രതിവാദത്തിന്റെയോ വാശിയുടെയോ വെക്കാൻ ഒന്നും ആവശ്യമില്ല. എനിക്ക് റിസ്ക് നൽകിയവൻ, എന്നെ പടച്ചവൻ, ഈ ലോകത്തെ പടച്ചവൻ, എനിക്ക് ഭക്ഷണം നൽകിയവൻ, എനിക്ക് സന്താനങ്ങളെ നൽകിയവൻ, എനിക്ക് എന്നെ എല്ലാ കാര്യത്തിലും സംരക്ഷിക്കുന്നവൻ ആരാണോ അവനാണ് എന്റെ ഇബാദത്ത്, അവനോടാണ് എന്റെ പ്രാർത്ഥന, അവനോടാണ് എന്റെ ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയെ, നിങ്ങൾ പറയണം, എന്റെ നമസ്കാരവും എന്റെ ബലികരവും എന്റെ ജീവിതവും എന്റെ മരണവും ആർക്ക് വേണ്ടിയാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ രക്ഷിതാവായ, അതല്ല ലോകത്തിന്റെ രക്ഷിതാവായ പടച്ച റബ്ബിന് വേണ്ടി മാത്രമാണ്. സഹോദരന്മാർ, ഇത് മനസ്സിലാക്കാൻ ഒരു മനുഷ്യന് ഭാഗ്യം കിട്ടിയാൽ അയാളാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ സമാധാനം ഉണ്ടാകുന്ന മനുഷ്യൻ. അയാൾക്ക് പിന്നെ ആരും പേടിക്കാനില്ല. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് എന്റെ എല്ലാ കാര്യത്തിലും എന്റെ റബ്ബാണ് എനിക്ക് തുണ. എന്റെ പ്രയാസത്തിലും എന്റെ സന്താപത്തിലും എന്റെ സന്തോഷത്തിലും എന്റെ അഭിവൃദ്ധി കാലഘട്ടത്തിലും എന്റെ പ്രയാസത്തിലും എന്റെ റബ്ബ് മാത്രമാണ് എനിക്ക് തുണ എന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന സമാധാനം ഉണ്ടല്ലോ, അതാർക്കും കിട്ടൂല ലോകത്ത്. അല്ലാഹു പറഞ്ഞത്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ പടച്ചോനെ ഓർത്തുകൊണ്ട് ഒരു മനുഷ്യന് ആ മനസ്സുകൾക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അലാ, നിങ്ങൾ മനസ്സിലാക്കണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പടച്ചോനെ ഓർത്തുകൊണ്ട് മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ. വേറെ ഒരു പടപ്പിന് ഓർത്താലും സമാധാനം കിട്ടൂല. അലാ, നിങ്ങൾ മനസ്സിലാക്കണം, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ഓർക്കണം. ജീവിതത്തിൽ എവിടെ വന്നാലും പടച്ചോനുണ്ട്. എനിക്ക് ഒരു പ്രയാസം വന്നാൽ എനിക്ക് പടച്ചോണ്ട്, അപ്പൊ എനിക്ക് സമാധാനം ഉണ്ടാകും.
ഇനി ജീവിതത്തിൽ മറ്റാരെങ്കിലും ഓർമ്മ വരുന്നെങ്കിൽ അയാൾക്ക് പ്രയാസമുണ്ട്. ആ പ്രയാസം നീക്കാൻ അയാളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ നിങ്ങൾ പറഞ്ഞു എന്നല്ല, ലാ ഇലാഹ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, ഇൽമുണ്ടാകണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രം സഹോദരന്മാരെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകള് ഇന്നിപ്പോ ആരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? കോഴിക്കോട് ജില്ലയിൽ മരണപ്പെട്ടു പോയ CM മടവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാളാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. പൊന്നു മുഅ്മിനീങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇപ്പൊ പുതിയൊരു പാട്ടിറങ്ങിയിരിക്കും, CM മടവൂരാണ് പടച്ചോൻ, മുദബ്ബിറുൽ ആലം CM മടവൂരാണ്, ലോകത്തെ നിയന്ത്രിക്കുന്ന CM മടവൂരാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, CM മടവൂർ ജനിക്കുന്നതിന് മുമ്പ് ലോകാല നിയന്ത്രിച്ചത്? CM മടവൂരുണ്ടോ? ഇത് ചിന്തിച്ചാ പോരെ? CM മടവൂര് ഒരു ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ഉമ്മയുടെയും ബാപ്പയുടെയും പുത്രനായിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു ഒരു മനുഷ്യനല്ലേ? അയാൾ മരിച്ചുപോയി. ഈ മരിച്ച മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നു പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീൻ ആരാണ് സഹോദരന്മാരെ? ഇത് മുസ്ലിമീൻ തർക്കമുണ്ടോ? നമ്മൾ ഫാത്തിഹയിൽ എല്ലാ ദിവസവും 17 തവണ നിർബന്ധം ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തല്ലേ. എന്താ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ? മൂന്നർത്ഥം പണ്ഡിതന്മാര് പറഞ്ഞു. ഒന്ന്, റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ മാലിക്കുൽ ആലമീനാണ്, മുദബ്ബിറുൽ ആലമീനാണ്, റബ്ബുൽ ആലമീനാണ്. മുദബ്ബിറുൽ ആലം അത് പടച്ചോനാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ 17 തവണ ദിവസവും നമ്മൾ പറയാണ്. എന്നിട്ട് പറയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പടച്ചോൻ ഇയാണ് മുദബ്ബിറുൽ ആലം എന്ന് പറയാ, പിന്നെ പറയാതില്ല CM മടവൂരാന്ന് പറയാ. സഹോദരന്മാരെ, ഇത് ശിർക്കാണ്, തെറ്റാണ്. അങ്ങനെ ചെയ്താൽ എന്താണ്? വലഖദ് വഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയെ, നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ശിർക്ക് വന്നതെങ്കിൽ പോലും ആ ശിർക്ക് അല്ലാഹു പൊറുക്കൂല എന്ന് മാത്രമല്ല, നിങ്ങളുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. നിസ്കാരം, നോമ്പും, സക്കാത്തുകളും, ഖിയാമുൽ ലൈലും, തറാവിയും, സദഖകളും, സുന്നത്തുകളും എല്ലാം പൊളിഞ്ഞു പോകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പൊന്നു മുഅ്മിനീങ്ങളെ, വെള്ളൂരുള്ള അങ്ങാടിയിലുള്ള പ്രിയപ്പെട്ട നാട്ടുകാരുടെ നിങ്ങൾക്ക് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകളോട് പറയാനുള്ള എന്താ അറിയോ? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കണം. ഇതൊരു വാശിയുടെയോ സുന്നി മുജാഹിദ് ഒന്നും വിഷയമില്ല. ഇത് നമ്മുടെ ഇസ്ലാമിന്റെ വിഷയമാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണെങ്കിൽ നിർബന്ധമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്റെ പ്രാർത്ഥനകൾ പടച്ചവനോട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇതിലെന്താ തർക്കമുള്ളത്? വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ആരാ നമ്മുടെ റബ്ബ്? സുന്നി മുജാഹിദ് തർക്കണ്ടോ? മുഅ്മിനീങ്ങൾക്ക് തർക്കണ്ടോ? വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് തേടിക്കോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇത് പടച്ചോൻ പറഞ്ഞ പടച്ചോനെ എന്നോട് ഞങ്ങൾ തേടില്ല എന്ന് പറയാൻ ഒരു മുഅ്മിന് സാധിക്കോ? അള്ളാഹുവിനെ റബ്ബായി കൊണ്ട് സ്വീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് സാധിക്കുമോ? സഹോദരന്മാർ, നിങ്ങൾ ചിന്തിച്ചു നോക്കി. വഖാല റബ്ബുക്കും, ഇത് മുജാഹിദിന്റെ ഖുർആനല്ല, സുന്നിയുടെയും ഖുർആനിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഓതേണ്ട ഖുർആൻ എന്ന് പറയാൻ വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ദുഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. പിന്നെ പടച്ചോണ്ട് പ്രാർത്ഥിച്ചാ പോരെ? പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് തിരിയുന്നത് എന്നാണ് വളരെ നസിഹത്തോട് ചോദിക്കുന്നത്. അല്ലാഹു പറയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്റെ ഇബാദത്തിൽ ആരെങ്കിലും കിബിർ നടിക്കുന്നുണ്ടെങ്കിൽ പടച്ചോൻ എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂല. എന്നോട് ഞാൻ പ്രാർത്ഥിക്കും, എല്ലാത്തവരും പ്രാർത്ഥിക്കും, നിന്നോട് മാത്രം എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിബിർ നടിക്കുന്നുണ്ടെങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവനോടൊക്കെ കിടക്കുക. അള്ളാഹു പറയാണ്, അള്ളാഹിന്റെ ഖുർആൻ സഹോദരന്മാരെ സംസാരിക്കുന്നത്. അള്ളാഹു പറയാണ്, അവൻ നരകത്തിലേക്ക് കടക്കുന്നതാണ്, നരകത്തിലേക്ക് നിന്ദനായിക്കൊണ്ട് കടക്കും. ഈ ആയത്ത് ഓതിക്കൊണ്ട് പ്രവാചകൻ പറയും, അദ്വാഉൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നു പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക. ആരോടും, അമ്പിയാക്കന്മാരോടും, മൗലിയാക്കന്മാരോടും, ബജാരങ്ങളോടും, വിഗ്രഹങ്ങളോടും, മരങ്ങളോടും, കല്ലുകളോടും ഇതിനോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് ലോകത്ത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാ മനുഷ്യന്മാരും മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ മനുഷ്യന്മാരും മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാരെ, ഒരു മനുഷ്യൻ ഒരു വിഗ്രഹത്തെ കൊത്തി ഉണ്ടാക്കുന്നു, അവന്റെ സ്വന്തം കരങ്ങൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കി അതിന്റെ രൂപം നിർണയിച്ചത് അവനാണ്, അതിന്റെ കളർ നിർണയിച്ചത് അവനാണ്, അതിന്റെ ഷേപ്പ് നിർണയിച്ചത് അവനാണ്, അതിന്റെ കണ്ണും മൂക്കും എങ്ങനെയാകണം നിർണയിച്ചതൊക്കെ അവനാണ്. എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പ്രയാസം വരുമ്പോൾ അവനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മഹാൻ മരിച്ചു എന്ന് കൂട്ടങ്ങൾ,
ലോകത്തൊരു മഹാൻ. ഇപ്പോ ഇവിടെ അരിമ്പറയും ഒക്കെ ഒരുപാട് ജാരങ്ങളുണ്ടല്ലോ. ആ ജാരങ്ങളൊക്കെ മറമാടിപ്പെട്ട് കിടക്കുന്ന മഹാന്മാരായ മനുഷ്യൻ എന്ന് പറയപ്പെടുന്നവർ അവരൊക്കെ മരിച്ചവരാണല്ലോ. ശരി, ഒറ്റ കാര്യങ്ങൾ ചിന്തിച്ചോളി. ആ മരിച്ചുപോയ മഹാന്മാർ ആരെങ്കിലും സ്വയം മയ്യത്ത് കുളിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കുളിച്ചിട്ടുണ്ടോ? ഇന്നാരും കുളിപ്പിക്കണ്ടല്ല, എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഊക്ക് കൂടും എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ മയ്യത്ത് സ്വന്തം കുളിച്ചോളാം എന്ന് പറഞ്ഞു ഒരു മഹാലോകത്തുണ്ടോ? ഇല്ല. എന്നിട്ട് ആ മനുഷ്യൻ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്നു, അങ്ങോട്ട് തിരിക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു. ആ മരിച്ച മഹാന് നമ്മൾ കഫൻ ചെയ്യുന്നു. എന്നിട്ട് ആ മരിച്ച മഹാൻ കഫൻ ചെയ്തതിനു ശേഷം എഴുന്നേറ്റ് പറയോ, എന്നെ ആരും ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല, ഞാൻ ഇതുവരെ നടന്നുപോയതുപോലെ ഇനിയും ഞാൻ നടന്നു പോകുന്നതാണെന്ന് മരിച്ചുപോയൊരു മനുഷ്യനെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. എന്നിട്ട് ആ മനുഷ്യന് ആ ഖബർസ്ഥാനിലേക്ക് നമ്മൾ മയ്യത്ത് കെട്ടിൽ വെച്ചുകൊണ്ട് നമ്മളുടെ ചുമലിലേറിക്കൊണ്ട് ആ മനുഷ്യൻ പോകുന്നു. എന്നിട്ട് ഖബറിലെത്തുന്ന നേരത്ത് പറയോ, ഇന്നാരും ഇറക്കി കിടത്തണം, ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിക്കിടന്നോളാ? പറയില്ല. അപ്പൊ ഖബറിലേക്ക് എത്തുന്നത് വരെ ആ മഹാനായ മനുഷ്യന് മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യണത്? മനുഷ്യന്മാർ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു ബുദ്ധിശൂന്യതയാണ്. പിന്നെ നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മൾ എടുത്ത് കൊണ്ടുപോയി കിടത്തി ആ മനുഷ്യന്റെ അടുത്ത് എന്ന് പറയുക. എന്തൊരു വിപരീതമാണിത്, എന്തൊരു ബുദ്ധിശൂന്യതയാണിത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പൊ തൗഹീദ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനൊരു ജാറം സ്വയം ഉണ്ടായിട്ടുണ്ടല്ലോ, കേരളത്തിൽ എവിടെ ഇല്ലല്ലോ. ഒരു ജാറം ഉദനപ്പറമ്പ് ജാറമാണെങ്കിലും മെമ്പറന്നങ്ങളുടെ ജാറമാണെങ്കിലും സി എം മടവൂർ ജാറാണെങ്കിലും അത് സി എം മടവൂർ ഉണ്ടാക്കിയതല്ലോ. ഞാൻ മരിച്ചുപോയ സി എം മടവൂർ സ്വന്തമായിട്ട് ജാറം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ജാറം മറ്റുള്ളവരുണ്ടാക്കിയതാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ഒരു ജാറം ഉണ്ടാക്കാൻ പോലും അവർക്ക് കഴിയില്ല. എന്നിട്ട് നമുക്ക് ആവശ്യം വരുമ്പോ ആ ഖബറിന്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കാൻ പറയും. അതിനേക്കാൾ വലിയ അബദ്ധവും അതുപോലെ തന്നെ വിഡ്ഢിത്വവും സഹോദരന്മാരെ ശിർക്കിനേക്കാൾ വലുത് ലോകത്തില്ല. ഇനി വിഗ്രഹത്തെ ആരാധിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ശില്പി വിഗ്രഹത്തെ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിഗ്രഹം എങ്ങനെയായിരിക്കണം ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും എല്ലാം ഇയാളാണ്. എന്നിട്ട് ഇയാൾക്ക് ആവശ്യം വരുമ്പോൾ പിന്നീട് താൻ കൊത്തി ഉണ്ടാക്കിയ തന്റെ സൃഷ്ടിയായിട്ടുള്ള ആ വിഗ്രഹത്തോട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമല്ലേ? ഇത് ലോകത്ത് ഏറ്റവും വ്യക്തമായിക്കൊണ്ട് പ്രബോധനം ചെയ്യുന്ന കൂട്ടായ്മയാണ് മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് സഹോദരന്മാർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ വിശദമായിക്കൊണ്ട് മുൻഗണനാത്തി പറയാം. ഒറ്റ കാര്യം കൂടി പറയാം. നിർഭയത്വം തൗഹീദിലൂടെ എന്ന കാലിക പ്രസക്തമായ ഈ ആശയം എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന വെച്ചാൽ, ഈ തൗഹീദും തെറ്റിപ്പോയ സഹോദരന്മാരെ നമ്മൾ എത്ര കാലം നിസ്കരിച്ചിട്ടും കാര്യമില്ല, എത്രയോ നമ്മൾ നിസ്കരിച്ചിട്ട് നോമ്പൊറ്റൊന്നും കാര്യമില്ല. മാത്രവുമല്ല പരലോകത്ത് നഷ്ടകാര്യങ്ങളിൽ പെടുമെന്ന് മാത്രമല്ല, നമ്മുടെ ഈഹലോകത്തും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തെങ്കിലും കാണുമ്പോഴേക്കും നമ്മൾ ബേജാറാകും. അപ്പൊ ചില ആളുകൾ പറയും, അതിൽ കൂടെ പോകുമ്പോ അവിടെ പൈസ ഇട്ടില്ലെങ്കിൽ കുരുത്തക്കേട് പറ്റും, നിനക്ക് അപകടം പറ്റും, അത് ഇന്ന കാരണം കൊണ്ട് പിന്നെ പറ്റും, ഇന്ന പറ്റും. ലോകത്ത് പേടിച്ച് നടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. എന്നാൽ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്താൽ, എന്താ ദുൽമ എന്ന് പറഞ്ഞാൽ ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാകുന്നു ഏറ്റവും വലിയ ദുൽമ. ആ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വം. അതാണ് നമ്മൾ പറഞ്ഞ തൗഹീദിലൂടെ നിർഭയത്വം ഉണ്ടാകുള്ളൂ. ഉലൈക ലഹുമുൽ അംനു, പിന്നെ അവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ആരുടെയും കുരുത്തക്കേട് പേടിക്കേണ്ടതില്ല. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവരാകുന്നു ഹിദായത്ത് ലഭിച്ചവർ, അവരാകുന്നു പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടക്കുന്നവർ. ദുനിയാവിലും അവർക്ക് ആശ്വാസം ഉണ്ടാകും, പരലോകത്തിലും ആശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു നിർഭയത്വത്തിലേക്ക് സഹോദരന്മാരെ നമ്മളെല്ലാവരും വരിക. അള്ളാഹു അല്ലാത്ത ആരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒരു ചുക്ക് നമുക്ക് കിട്ടാനില്ല. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല. ഇത് മുജാഹിദ് പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാണ്. സി എം മടവൂരിനെയും മെമ്പറന്നങ്ങളെയും ബദരീങ്ങളെയും ആരെയും അതുപോലെ തന്നെ ഏത് മഹാന്മാരെയും ഏത് മലക്കിനെയും ജിന്നിനെയും ആരെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കൂല എന്ന് മാത്രമല്ല വലൗ സമിഉ, നിങ്ങൾ വാദത്തിന് വേണ്ടി കേൾക്കുന്നു സങ്കല്പിച്ചാലും മസ്തജാബു ലക്കും, നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് അവർ ഉത്തരം നൽകൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്കിനെ നിങ്ങൾ അവരോട് ചോദിച്ചത് ചോദ്യം ശിർക്കാണ്.
അതുകൊണ്ടാണ് മുജാഹിദുകൾ പറഞ്ഞത് അല്ലാത്തവർക്ക് പ്രാർത്ഥിക്ക് ശിർക്കാണ്. ആ ശിർക്കിനെ അവർ നിഷേധിക്കും. ഖബീർ, ഇതുപോലത്തെ കാര്യങ്ങൾ പടച്ചോനല്ല നിങ്ങൾക്ക് പറഞ്ഞുതരല്ല. ആ പടച്ചോൻ പറഞ്ഞ കാര്യങ്ങൾ മുജാഹിദുകൾ ഇതുപോലെ മൈക്കിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കും, ഇതാണ് ഹക്ക്. 100% അള്ളാഹുവിന്റെ ഖുർആനും സുന്നത്തും അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ ഏത് കാലഘട്ടത്തിലും എവിടെയും പ്രബോധനം നടത്തിയിട്ടുള്ളൂ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇതാരെയും മോശമാക്കാനോ കുത്തി പറയാനോ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒന്നുമല്ല. ഇസ്ലാമിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അത് നിങ്ങൾ അതിന് ഒരു പ്രതിഫലം നിങ്ങൾ ആരോട് ചോദിക്കുന്നില്ല. അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് മാത്രമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു തൗഹീദിലൂടെ നിർഭയത്വ തൗഹീദിലൂടെ എന്ന് പറയുന്ന ഈ മോങ്ങം മണ്ഡലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം ഇവിടെ ഔദ്യോഗികമായി കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിക്കൊണ്ട് ബിസ്മില്ലാ എന്ന നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിക്കൊണ്ട് അറിയിക്കുന്നു.